ഇനി കോൺഗ്രസിലേക്കാണ് നമ്മൾ പോകുന്നത്. സംസ്ഥാന കോൺഗ്രസിൽ ഏതായാലും ഭിന്നത രൂക്ഷമാണെന്ന് എല്ലാവർക്കും അറിയാം. അച്ചടക്ക നടപടിക്ക് ഒരുങ്ങുകയാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് വടിയെടുക്കുന്നു എന്നാണ് റോഷിപാൽ പറയുന്നത്. മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി നൽകുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. പരസ്യ പ്രസ്താവനകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനും ഹൈക്കമാൻഡ് ആലോചിക്കുന്നുണ്ട്. അതേസമയം KPCC ഭാഗികമായി പുനഃസംഘടിപ്പിച്ചേക്കും. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും TU രാധാകൃഷ്ണനെ മാറ്റും എന്ന് തന്നെയാണ് സൂചനകൾ വരുന്നത്. റോഷിപാൽ ചേരുന്നു വിവരങ്ങളുമായി. റോഷിപാൽ, ഏതായാലും ഇങ്ങനെ VD സതീശൻ സുധാകരൻ തർക്കം മൂർച്ഛിച്ചു നിൽക്കുകയാണ്. പല വിവരങ്ങളും പുറത്തു വരികയും ചെയ്യുന്നു. അച്ചടക്ക നടപടിക്ക് തയ്യാറെടുക്കുന്നു ഹൈക്കമാൻഡ് എന്നാണ് വിവരം. എന്തായിരിക്കും നടപടി എന്ന ചോദ്യമാണ് ബാക്കി. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. മിഷൻ 2025 എങ്ങനെയായിരിക്കും കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ചർച്ചകൾ തുടരുമ്പോഴാണ് നേതാക്കൾ തമ്മിലുള്ള ഈ തമ്മിലടി എന്നതാണ്. വിനീത, കോൺഗ്രസ് വലിയൊരു മുന്നേറ്റം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കാൻ വയനാട്ടിൽ ദ്വിദിന നേതൃ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആ നേതൃ ക്യാമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലെ വിവരങ്ങൾ, ചർച്ചകൾ, അഭിപ്രായ പ്രകടനങ്ങൾ അടക്കം പുറത്തേക്ക് ചോർന്നതാണ് ഈ അസ്വസ്ഥതയ്ക്ക് തുടക്കമായത്. നമുക്കറിയാം, KPCC അധ്യക്ഷൻ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിൽ നേരത്തെ തന്നെ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ അസ്വാരസ്യങ്ങൾ കൂടുതൽ ശക്തമാവുകയും അത് പരസ്യമാവുകയും ചെയ്തതിൻ്റെ തുടക്കം ഇതായിരുന്നു. അന്ന് അവിടെ നടന്ന ചർച്ചകളുടെ വിവരങ്ങൾ റിപ്പോർട്ടറാണ് പുറത്തുവിട്ടത്. പിന്നാലെ ഈ മിഷൻ 25 എന്ന KPCC പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ ക്യാമ്പിൽ അവതരിപ്പിച്ച ആ പദ്ധതി, അത് നടപ്പിലാക്കാനുള്ള ചുമതലയും പ്രതിപക്ഷ നേതാവിന് തന്നെയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചതിൽ KPCC ഭാരവാഹികൾക്ക് പരാതി ഉണ്ടായിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ KPCC അധ്യക്ഷൻ വിളിച്ച യോഗത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ ഉയർന്ന ശക്തമായ വിമർശനം, ആ വിമർശനത്തോടെയാണ് അഭിപ്രായ പ്രകടനങ്ങൾ പരസ്യമായത്, തർക്കം അതിരൂക്ഷമാവുകയും ചെയ്തത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് AICC ഹൈക്കമാൻഡ് ഇതിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയും ഈ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തത്. KPCC അച്ചടക്ക സമിതി ചെയർമാനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അന്വേഷണ ചുമതല. എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് മാധ്യമങ്ങൾക്ക് KPCC യോഗത്തിലെ വിവരങ്ങൾ ചോർത്തി നൽകിയത് ആരാണെന്ന് കണ്ടെത്താനുള്ള ഒരു നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത്. ആരാണ് മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി നൽകിയത്, അവരെ കണ്ടെത്തി അച്ചടക്ക നടപടിയെടുക്കാനുള്ള തീരുമാനമാണ് ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്നത്. ഒരു കാരണവശാലും അച്ചടക്ക ലംഘനം സംസ്ഥാനത്തെ കോൺഗ്രസിൽ അനുവദിക്കില്ല എന്ന മുന്നറിയിപ്പും ഹൈക്കമാൻഡുണ്ട്. ദീപാദാസ് മുൻഷിയാണ് ഇത്തരമൊരു കത്ത് നൽകിയത്. അതിനിടയിലാണ് ഈ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി തന്നെ KPCC നേതൃത്വത്തിൽ ഭാഗികമായുള്ള ഒരു പുനഃസംഘടനയെക്കുറിച്ചുള്ള ആലോചന തകൃതിയായി നടക്കുന്നത്. 10ഓളം KPCC ഭാരവാഹികൾ, സജീവമല്ലാത്ത 10 പേരെങ്കിലും ഒഴിവാക്കി പകരക്കാരെ നിശ്ചയിക്കാനുള്ള ആലോചനയാണ് നടക്കുന്നത്. അതിനൊപ്പമാണ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണനെ മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. TU രാധാകൃഷ്ണനെ മാറ്റി M ലിജുവിനെ, KPCC അധ്യക്ഷൻ K സുധാകരൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനാണ് ലിജുവിനെ സംഘടനാ ചുമതല നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്ന വിവരങ്ങൾ. ഈ കാര്യത്തിൽ മറ്റു വിഭാഗങ്ങൾ, A ഗ്രൂപ്പും ഒപ്പം തന്നെ I ഗ്രൂപ്പ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ അടക്കം നിലപാട് നിർണായകമാണ്. പ്രത്യേകിച്ച് K സുധാകരനും VD സതീശനും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമായ ഒരു ഘട്ടത്തിലാണ് TU രാധാകൃഷ്ണനെ മാറ്റി പകരം ഒരാളെ നിശ്ചയിക്കാൻ ഒരുങ്ങുന്നതും. ഏതായാലും രാഷ്ട്രീയകാര്യ സമിതിയിൽ അടക്കം നടക്കുന്ന ചർച്ചകൾ ചോരുന്നതിലുള്ള കടുത്ത അതൃപ്തി ഹൈക്കമാൻഡിന് ഇപ്പോഴുമുണ്ട്.